അങ്ങനെ ദൃശ്യം 3 എ ക്ലാസിക് ക്രിമിനൽ എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ മുരളി ഗോപിയുടെ കഥാപാത്രം പറഞ്ഞു വെച്ചിരുന്നത് തുടങ്ങിയ ചിത്രം തീർച്ചയായിട്ടും ഞെട്ടിക്കും. ജിത്തു ജോസഫിൻ്റെ കഴിഞ്ഞ ചിത്രം വലതുവശത്തെ കള്ളൻ കണ്ട് വളരെ നിരാശ തോന്നിയിരിക്കുന്ന സമയത്താണ് പുതിയ ദൃശ്യം 3യുടെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാകുന്നു. പക്ഷേ ഇത് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് മോഹൻലാൽ എന്ന നടൻ്റെ അല്ലെങ്കിൽ ആ നടന വിസ്മയം ആദ്യ 2 ഭാഗങ്ങളിൽ കണ്ടതിനെക്കാട്ടി ജോർജ് കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്ലാസിക് ക്രിമിനലായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് നോട്ടം, ഐക്കോണിക് നടത്തം എന്നതൊക്കെ പറയുന്നത് ആ പരമ്പരയിൽ ദൃശ്യം എന്ന് പറയുന്ന പരമ്പരയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മോഹൻലാലിൻ്റെ ആരാധകരൊക്കെ പറയുന്നത് പോലുള്ള ക്ലാസിക് നടത്തം അല്ലെങ്കിൽ ക്ലാസിക് ലുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഭാവപ്പകർച്ച. പക്ഷേ ചിത്രം ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്കും മനോഹരമായിട്ട് സൈലൻ്റായിട്ട് അതേസമയം സസ്പെൻസ്, അങ്ങേയറ്റ സസ്പെൻസിലൂടെ, അതുപോലെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഇത്തവണ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറയാനാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൻ്റെയും മകളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് ഇടയിലൂടെ തന്നെ പക്ഷെ ഞെട്ടിച്ചിരിക്കുന്നു. തികച്ചും എന്താ പറയുക, ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒരുപക്ഷെ സഹദേവൻ്റെ റീ എൻട്രിയും സിദ്ദിഖിൻ്റെ മിസ്റ്റർ പ്രഭാകറിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രതികാരം ചെയ്യാനുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് അത് വരുമ്പോഴാണ് പ്രേക്ഷകരങ്ങ് സത്യത്തിൽ ഒരു ക്ലാസിക് കട്ട് അങ്ങനെ പറയുന്ന ഒരു വിധത്തിലേക്ക് ജിത്തു ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന് മാത്രമേ ഒരുപക്ഷെ ഇങ്ങനെയും ഒരു ദൃശ്യം പരമ്പര കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത്രയും ബ്രില്യൻ്റായ ഒരു ഡയറക്ടർക്ക് മാത്രമേ ഇത്രയും വലിയൊരു പരമ്പര പോലെ ഈ സിനിമ കൊണ്ടുപോകാൻ പറ്റും. ലാലേട്ടന് ഏറ്റവും മനോഹരമായിരിക്കുന്നു. അത് ആ 2 പരമ്പരയിലും സാധാ ഒരു സൈലൻസ്, ഒരു നോർമൽ ലുക്കിൽ നിന്ന് തൻ്റെ പറമ്പിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നോക്കുന്ന ഒരു കൾട്ട്, ഒരു ക്ലാസിക് നോട്ടം, അല്ലെങ്കിൽ ആദ്യ 2 പരമ്പരയിൽ നിന്ന് തിരിഞ്ഞ് നടക്കുന്നൊരു കുറ്റം ചെയ്തിട്ടും ആ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു കിടക്കുന്നതും, പിന്നെ കഴിഞ്ഞ ഭാഗത്തിൽ മറ്റേ ഇത് അസ്ഥി കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞു കിടക്കുന്ന അവരുടെ അതിൻ്റെ അതേ പുനരാവിഷ്കാരം ഇത്രയും മനോഹരമായിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഒരു ചിത്രം ദൃശ്യം 3. ഇനി ദൃശ്യം 3യുടെ നാളാണ്. ദൃശ്യം 3 ആയിരിക്കും ഇനി കുറേ നാൾ ചർച്ച ചെയ്യാൻ പോകപ്പെടുന്ന മലയാള സിനിമ. ഏറ്റവും മനോഹരമായിരിക്കും. കാരണം ഫാമിലി ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള വക, നമുക്കൊരു സിനിമ കണ്ടിരിക്കുന്നു എന്നൊരു ഫീല്. കുറേ നാളായി അങ്ങനത്തെ ഒരു സസ്പെൻസ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ കൂടെ ഒരു ഫുൾ ടൈം ഫാമിലിയുടെ കൂടെ ഒരു സസ്പെൻസ് ചേർത്ത് പോകുന്നു. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തായിരിക്കില്ല നമുക്ക് ആ ഒരു ആസ്വാദ്യം കിട്ടുന്നത് പറയുന്നത്. അതെല്ലാം ഇതിലുണ്ട്. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ വരുന്ന അത് പഴയതുപോലെ തന്നെ അദ്ദേഹത്തിന് കുടുംബത്തിനോട് ഇത് ഷെയർ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പലപ്പോഴും നമ്മൾ മുൾമുനയിൽ നിൽക്കുന്നത് നമുക്ക് തോന്നും. അത്രയും ഒരു പ്രത്യേകത ഈ സിനിമയിൽ ആർഷിനുണ്ട്. ഇനി ദൃശ്യം 3 ആയിരിക്കും സംസാരിക്കുക. ഇനി വരുന്ന നാളുകൾ ദൃശ്യം 3യുടേതാണ്. അത് ഭയങ്കരം കേരളത്തിൽ തിയേറ്ററിൽ തീർച്ചയായിട്ടും ഉണർവിൻ്റെ നാളുകളാണ്. ദൃശ്യം 3 ആണ് ഇനിയത്തെ ഹിറ്റ്. അപ്പോൾ ദൃശ്യം 3യുടെ വിശേഷങ്ങൾ അതായിരിക്കും ഇനി പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ എന്തായാലും കൈയടക്കും ദൃശ്യം 3.